Hello guys, welcome back to another gameplay of Bus Simulator Indonesia. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൗണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെലമമ്പക്ക് ദാണ്ട് ഈ സ്ഥലത്തിലാണ്. ആ മാപ്പ് ദാണ്ട് ഈ സ്ഥലത്തിലാണ്. എൻ്റെ പേര് വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാരെ വേഗം പിക്ക് ചെയ്യാം. കുറച്ച് തിരക്കുന്നുണ്ട് പോയിട്ട് അവിടെ ഇന്ന് അത്യാവശ്യം സ്പീഡിലായിരിക്കും. തൊട്ടുമുട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സ്പീഡിലായിരിക്കും. സൗണ്ട് സാരേ ഓക്കെ ചേട്ടാ, ക്യാ ഹുവാ? നമുക്കിന്ന് പരമാവധി എവിടെയും മുട്ടാതെ നോക്കണം. പിന്നെ അങ്ങനത്തെ ഒച്ചയൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾ 100% ഹെൽത്തിൽ താവുന്നുണ്ടോ നോക്കിയാൽ മതി. നിങ്ങൾ താവില്ല, 100% പോലും താവില്ല. പ്രൊഫഷണൽ ഡ്രൈവർ. അയ്യോ ഫുട്പാത്തിലേക്കാണ് കേൾക്കണേ. അത് ഇന്ന് ഞാൻ സ്കില്ലാട് ഊരി വെച്ചിട്ട് വന്നേ, അതാണ്. സ്കില്ലാടെ കൂട്ടില് മറന്നു വെച്ച് സൗണ്ട് സൗണ്ട് ടയറിൻ്റെ അടുക്കൊന്നും കുടുങ്ങിയോ? ഇല്ലല്ലോ. ചേട്ടാ ചായ അടിച്ച അവിടെ ഒരു സർക്കിൾ ഉണ്ട്, എൻ്റെ പൊട്ട്. അതായത് നമ്മുടെ മുകളിൽ എനിക്ക് മുകളിൽ കൂടെ പോകുന്നുണ്ട് ഒരു പ്രാവശ്യം. എങ്കിലും വഴി വെച്ചു തെറ്റി വഴിയിൽ കൂടെ പോ. ഈ സമയനഷ്ടാണ്. സോറി. അത് ഇവിടെ തട്ടിയത്. അത് കുഴപ്പമില്ല, അത് പിന്നെ തട്ടില്ല. വണ്ടി ആകുമ്പോൾ അങ്ങനെ കുറച്ച് തട്ടോ ശരിയാണ്. നോക്കടാ, സങ്കടമാണ്. അവർ നമ്മളെ കണ്ണൂർ രസം തട്ടും. കണ്ണൂരിൽ തൊട്ടെടുത്തില്ല. ഈ സുഖത്തെ അല്ലെങ്കിൽ നാടെത്തുമ്പോഴത്തേക്ക് തയ്യുന്നില്ല ഉണ്ടാവും. തിരിഞ്ഞു വന്ന അതിൻ്റെ കൂടെ വേറെ വഴിയൊന്നും ഇല്ലാടെ. GPS തേങ്ങാക്കോല് താണ്ട് റൗണ്ട പോട്ട് എന്ത് വീട് കളിക്കുന്നത്. അതിനോട് ഹർഷവും എൻ്റെ പേര് പകരുന്ന പാടാണ്ടില്ല. നടമുണ്ടാണ്ട് വായം വിട്ട് നിന്നാൽ മതി. ഇത് എന്തിനാ വെറുപ്പിക്കുന്നു? ആ 10 ആൾ കാണുന്നുണ്ടെങ്കിൽ അവരെയും വെറുപ്പിക്കുന്നു. ഉണ്ടാവുക. Oi, muka palasu, kapalaila, aha, ila.
ഇതെന്താണ്? 2 വയ്യ, മനസ്സിലായില്ല. ഇല്ല കൂടെ പോയപ്പോ നമുക്ക് ഇങ്ങനെ കയറിക്കൂടെ ആയിരിക്കും റോങ്. GPS ഇവിടെ എത്തിക്കാനായിട്ട് വരുന്ന GPS അഞ്ചിലൊന്നും നിങ്ങൾ ഏത് ഗിയറാണ്? അതായത് ഓട്ടോമാറ്റിക് ആണോ, മറ്റേ എച്ച് ആ ഒരു സംഭവമില്ല അതാണോ, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഗിയറാണോ ഹോട്ടലിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മാപ്പ് തീരാനായി. മാപ്പ് തീർന്നു. ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ അങ്ങനെ അടുത്ത മാപ്പ് കയറിയിട്ടുണ്ട്. അടുത്ത മാപ്പ് ഫസ്റ്റ് തന്നെ ഒരു വളവാണ്. ഭയങ്കര മാപ്പാണ്. അവിടെ ബസ്സായിട്ടൊരു പാട്ടിലായിട്ടൊരു സുഖമില്ല. ഹമ്പ അവന് തട്ടി, നമുക്ക് തട്ടിയില്ലല്ലോ. ചെറിയ സ്പ്രിങ് ഉണ്ടായിരുന്നു. നല്ല ആപ്പിള്. അയ്യോ കിട്ടണം പോലെ. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ വളമെത്തരി പാടിയതല്ലേ. പാട്ടില്ല, എനിക്ക് രസം. പാട്ടിട്ട കോപ്പിയറായിട്ട് അടിക്കും. ഇതാണ് പെട്ട അവസ്ഥ. അങ്ങനെ പറ്റുന്നില്ല. 2 പാലം. ഇറ്റിപ്പാലം. ഇറ്റിപ്പാലം. ഇത് പഴയ പാലം, അത് പുതിയ പാലം. നമ്മൾ പഴയ പാലത്തിൽ പോകും, അവർ പുതിയ പാലത്തിൽ വരും. എൻ്റെ ഒരു ആഗ്രഹം എന്തെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഓപ്പൺ വേൾഡ് ഗെയിം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഈ അൺറിയൽ എഞ്ചിന് ഉണ്ടാക്കിയവരോടൊക്കെ ചോദിച്ചു നോക്കി. അവർ പറയുന്നത് വേക്കൻസി ഇല്ലാന്നാണ്. അതായത് ഫ്രീ അസറ്റ്സിൻ്റെ ഒരു നടപടിയില്ല. അല്ലെങ്കിൽ അവർ നല്ല നല്ല ഫ്രീ അസറ്റ്സൊക്കെ ദീപാവലിക്കൊക്കെ കൊടുക്കുന്നതാണ്. എൻ്റെ ഇപ്രാവശ്യം ഒന്നുമില്ലടാ. ഇപ്രാവശ്യം അൺറിയൽ എഞ്ചിൻകാർ പറ്റിച്ച്. ടാബിലൊക്കെ കയറ്റി നോക്കുമ്പോഴത്തേക്കൊന്നുമില്ല. അതിൽ ഫ്രീ അസറ്റ്സൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അത്ര വലിയ മാപ്പൊന്നും ആക്കാനും ആവില്ല. ഈ അൺറിയൽ എഞ്ചിൻ മനസ്സിലാക്കിയെങ്കിൽ ഈ പബ്ജിയൊക്കെ അൺറിയൽ എഞ്ചിനാണ് തോന്നുന്നത്. പബ്ജിയിലാണ് നമുക്ക് വേറെ അൺറിയൽ എഞ്ചിൻ ഗെയിംസ് എന്ന് പറഞ്ഞൂടാ. അതായത് ഈ കൂടുതൽ നമ്മളിപ്പോൾ കളിക്കുന്ന ഗെയിംസൊക്കെ അൺറിയലാണ്. എന്ന് വെച്ചാൽ അൺറിയലിൽ അത്യാവശ്യം നല്ല ഗെയിംസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറേ എഞ്ചിനുകളുണ്ട്. പിന്നെ ഗോഡോട്ട് ഒരു എഞ്ചിനാണ്. ഗോഡോട്ട് നമുക്ക് ബിഗിനേഴ്സിന് നല്ല ഒരു എഞ്ചിനാണ്. അതായത് മാപ്പ് കഴിഞ്ഞു. അടുത്ത മാപ്പ് പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ഗോഡോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതായത് പ്യുവർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ഇന്ന് ഗെയിം അതായത് ഇൻസ്റ്റാൾ ആക്കാൻ തുടങ്ങി, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി വേണമെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം. അതിലത്തെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഉണ്ട്. അതിലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഗുഡ് അസറ്റ്സ് ഇല്ല. അതായത് ഒരു 2D ഗെയിം പോലത്തെയൊക്കെയാണ്. ഓപ്ഷൻ ഓപ്ഷൻ താടാ. അപ്പം നമ്മൾ
ടോൾ ബൂത്തിലൊക്കെ പൈസ കൊടുത്തിട്ട് നമ്മൾ വിടുന്നുണ്ട്. അവിടെ ഇതാണ് മഴയത്തുള്ള വണ്ടീൻ്റെ ലുക്ക്. നമ്മൾ ചെക്ക് ലുക്കില്ല അതുകൊണ്ടോ. അപ്പോൾ നമുക്ക് പറപ്പിച്ച് വിടാം. പിന്നെ ഈ മാപ്പും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർത്തണം കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റേഷൻ നിർത്താൻ കാത്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ എത്തിയിട്ട് നിർത്തിയാലും മതി. വൈപ്പിട്ടാണ് ഫാസ്റ്റായിട്ടൊക്കെ ഇവിടെ പറപ്പിക്കൂത്തെ നാളെ. എടാ പിന്നെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റിൽ ട്രാഫിക് ജാമൊക്കെ വരുന്നുണ്ട് പോലും. സെറ്റാണോ? മഡ്ഡി റോഡിനൊക്കെ പുതിയ അപ്ഡേറ്റ്. ഓ കിട്ടുമ്പോഴത്തെ ഏതാ വെട്ടിക്കല് ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പായെങ്കിലും ഇങ്ങനെ തന്നെ നമ്മളെ ഒറിജിനൽ റിയൽ ലൈഫിലുള്ള ബസ്സുകാരെ പൊട്ടിക്കാളാ സത്യം കാര്യമില്ല. പ്രത്യേകിച്ച് കണ്ണൂരുകാരെ ബസ്. എൻ്റെ ചിറ്റേൻ്റെ വീട് കണ്ണൂരാണ്. എന്നാലും ഞാൻ കണ്ണൂർ വന്ന് പോയി. അത് ശരിക്കുള്ള കണ്ണൂർ. ആ കൃതിക എന്നുള്ളൊരു ബസ്സിന് മോനെ ആകാശത്ത് 3 കാക്ക. ഓ മൈ ഗോഡ്, 3 കാക്ക. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളച്ചെടുക്കാം. 100% വന്നത് 89,000ആയി. 890 89. എൻ്റെ പ്രൊഫഷൻ. ഇതൊക്കെ സിമ്പിൾ ഒട്ടിക്കല്. വളവ് സിമ്പിളൊക്കെ മാറണം. വളവില്ലെങ്കിൽ ഞാൻ സിപ്പ് എടുക്കും. അവിടെ വളവുണ്ടോ? പ്ലീസ് മാറടാ. ഇവര് ഭയങ്കര അഹങ്കാരട്ടോ ചൂട്ടിന്. പിന്നാരെ പോയത് അവനൊക്കെ മാർത്തുന്നടോ. അതിൻ്റെ മുമ്പിലുള്ള വണ്ടിയുടെ മാർത്തുന്നടാ. എന്തൊരു സ്നേഹം. അയ്യോ, മുമ്പിലുണ്ട് വീടിയനും സൈഡിലേക്ക് വൃത്തം. എന്ത് നാട്ടിലെ ഒന്നിനും ഓടിക്കാറില്ല, ഇൻക്ലൂഡിങ് മീ. എനക്കാണ് കുറച്ചുകൂടി ഓടിക്കാറിയാം. മറ്റുള്ള രാജ്യത്തെ മരുമക്കൾ രാജാവ്. മാറടാ സ്പീഡ് പോ. ഓക്കെ, ഒരു സ്പീഡ് കുറയും. മാർത്ത. ഓക്കെ. ഓ, ഇവർക്ക് നല്ല കൊച്ച് എംബിഡിയാണത്. സാറിനെ കിട്ടുമ്പോ എന്താണ് ചേട്ടാ? എടാ, ഇനി പൈസ കൊടുക്കണ്ടല്ലോ. ഇനി ഫ്രീ അല്ല. ഫ്രീ ആയിട്ട് കയറി വരാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതെന്തുവാ ഞാൻ ബ്രേക്ക് പിടിച്ചായിരുന്നേ. അതെ പോപ്പോ ചത്തോ. ഡ്രൈവർ ഓടി എന്നെ തള്ളിക്കണ്ടോ. ഞാൻ പൊക്കോട്ടെ. ചോദിച്ചതിൻ്റെ അടുക്ക തരാൻ പൈസ ഉണ്ട്. ഏതാണ്ട് ആപ്പി തണ്ട മോള് റുപ്പീസ്
എൻ്റെ അടുത്ത് നയാ പൈസ ഇല്ല, ഇത് മനസ്സിലാക്കണം. പൊക്കോട്ടെ. എടാ പിന്നെ പൈസയാണെങ്കിൽ പൈസ ഞാൻ ആഡ് ചെയ്യുമ്പോഴാ. ഓക്കെ സെറ്റ് ചേട്ടാ. പോട്ടെ പ്ലീസ് പ്ലീസ്. ഓ താങ്ക് യു ചേട്ടാ. മാറി നിൽക്കണോ സൈഡിൽ നിന്ന് ചാർത്തി കൊടുത്തു. എൻ്റെ വണ്ടിയുടെ അവസ്ഥ ഒന്നും ഈ സൈഡ് നോക്കടാ. വരാ ഡിസാസ്റ്ററസ് അങ്ങനെ വേണം പറയാം. ഡിസാസ്റ്ററസ്. ഓക്കെ മാപ്പ് കഴിഞ്ഞു. ഓ ചടങ്ങ് മാപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് പോകുന്നിടത്ത് ഒരു കുഴപ്പം പറ്റി. ഞാൻ ഇത്രയും നല്ല സാഹചര്യമായി ഓടിച്ചത് ഒന്നുമില്ല. ഓട്ടിക്കാണ് ഞാൻ എടുത്തത്. ഒന്നും കാര്യം പറഞ്ഞു റെക്കോർഡില്ല. കഷ്ടമുണ്ട് കേട്ടോ. കഷ്ടം വലിയ കഷ്ടമുണ്ടോ. ഞാൻ ഡ്രൈവറോടൊക്കെ ഹായും ബായൊക്കെ പറഞ്ഞ് സീനാക്കി വന്നതേനു. അപ്പോഴത്തേക്ക് നമ്മുടെ റെക്കോർഡിൽ പണിയായി വന്നു. വളമാണ് എൻ്റെ പ്രശ്നം. വളമൊന്ന് വെട്ടിച്ചൂടാന്നൊക്കെ എന്ത് പറഞ്ഞ് ഇപ്പം മനസ്സിലായി. അടുത്ത് പത്താണ്. എടാ ഞാൻ വിചാരിച്ച എൻ്റെ അടുത്തേക്ക് കയറാനാണ്. എന്തോ ബൗൺസിങ് പോലെ. അയ്യോ ഞാനും ചാർത്തരുത് പ്ലീസ്. ഈ മാപ്പ് ഫുള്ള് റെക്കോർഡായില്ല. 2 മിനിറ്റ് റെക്കോർഡ് അവിടെയും കൊണ്ട് ചാർത്തി കൊടുത്തു. ഭഗവാനെ. ഡബിൾ ചെക്ക് റെക്കോർഡിങ്. യെസ് ഭാഗ്യം. ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മുടെ പാസഞ്ചർ സ്റ്റേഷൻ. റിട്ടേൺ ടു പാസഞ്ചർ സ്റ്റേഷൻ. പാസഞ്ചർ സ്റ്റേഷനിലേക്ക് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഇനി മുതൽ എൻ്റെ പ്രോ കളിയിലിരിക്കും. നാട്ടുകാരൊക്കെ കാണും. ഇത്രയും നേരം എൻ്റെ ഉള്ളിൽ നാളും ഈ കൊല്ലാപ്പൊക്കെ കൊണ്ടാളും മാത്രമായിരിക്കും. എത്തി സ്ഥലത്തി പാസഞ്ചർ സ്റ്റേഷന് അടുത്താണ്. ആരാണ് വീട് ഉണ്ടാക്കാനായി ഇവിടെ എൻ്റെ മോനെ എന്തൊക്കെയായിരുന്നു. വണ്ടി ഈശ്വര ഇതൊക്കെ ഇനി ശരിയൊക്കെ എത്ര പൈസ ആവുന്ന ഈശ്വര. 15 അത് ഇച്ചിരി കുറവല്ലേ. ഡബിൾ ഇൻകം 10 ആളെ നമ്മൾ കൊണ്ടുവന്നേ. ഇച്ചിരി കുറവാണ് സഹിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മളെ വണ്ടി നോക്കാം. ഹാൻഡ് ബ്രേക്ക് ഇടാം. ഇറങ്ങാം. ഡാൻസ് കളിക്കാം. മറസോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.